Hello everyone. അപ്പോൾ നമ്മൾ ജെഇഇന്റെ ഫസ്റ്റ് ഫേസ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം നല്ല തന്നെ പരീക്ഷ എഴുതാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. സോ അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെഇഇന്റെ ജനുവരി സെഷനിലെ ജനുവരി 24 നടന്ന എക്സാമിന്റെ ഫസ്റ്റ് ഷിഫ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് കേട്ടോ. ഓക്കെ, സോ അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ കുറച്ച് മോഡറേറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കുറച്ച് കാൽക്കുലേഷൻസ് കൂടുതൽ ലെങ്തി ആയിട്ട് ചെയ്യേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്ത് ചെയ്തത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസ് വെച്ച് നമുക്ക് നോക്കാം. സോ ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. സോ ഈ ചോദ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വെക്ടർ ഓൾജിബ്ര എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ചോദ്യമാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, സോ അപ്പൊ നോക്കിക്കേ മക്കളെ, എന്താണ് ഈ ക്വസ്റ്റ്യൻ? Let vector A equal to I plus 2j plus 3k, then vector B equal to 3i plus j minus k, and vector C be 3 vectors such that, okay, vector C is coplanar with vector A and vector B. എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം 3 വെക്ടറിന്റെ കാര്യം പറയുന്നുണ്ട്. വെക്ടർ എ, വെക്ടർ ബി ആൻഡ് വെക്ടർ സി. ബി 3 വെക്ടേഴ്സ് ആൻഡ് ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? വെക്ടർ സി ഈസ് കോപ്ലാനാർ വിത്ത് വെക്ടർ എ ആൻഡ് വെക്ടർ ബി. എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടർ എയും വെക്ടർ ബിയും എന്താണ്? ഒരേ പ്ലെയിനിലാണ്. കോപ്ലാനാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ പ്ലെയിനിലാണ് ലൈ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് എന്താ തന്നിരിക്കുന്നത്? ഇഫ് ദ വെക്ടർ സി ഈസ് പെർപെൻഡിക്കുലർ ടു വെക്ടർ ബി. അവിടെ നമുക്കൊരു കാര്യം മനസ്സിലാവും. വെക്ടർ സി ഈസ് പെർപെൻഡിക്കുലർ ടു വെക്ടർ ബി എന്ന് പറഞ്ഞാൽ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് എന്താണ്? 0 ആണ്. അത് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് വേറൊരു കാര്യം തന്നിട്ടുണ്ട്. എ ഡോട്ട് സി ഈക്വൽ ടു 5 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ സി ആണ്. വെക്ടർ സിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കണ്ടോ? അപ്പം ഇതാണ് ചോദ്യം. അപ്പൊ ഈ ചോദ്യത്തിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് ഉള്ളതെന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. പിന്നെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വെക്ടർ സി ആദ്യം വേണം. സോ വെക്ടർ സിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ് കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. റെഡിയല്ലേ? സോ ഗിവൺ ഇൻഫർമേഷനിൽ നിന്നായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതെല്ലാം കണ്ടുപിടിക്കേണ്ടത്. റെഡിയാണല്ലോ മക്കളെ? സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം ഇത് കോപ്ലാനാർ എന്നുള്ള കണ്ടീഷൻ വെച്ച് നമുക്ക് പറയാം. നമുക്കറിയാം രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ ഒരു വെക്ടർ ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു മറ്റേ വെക്ടർ എന്ന് നമ്മൾ ഇരുന്ന് പഠിച്ചിട്ടില്ലേ? വെക്ടർ എ ഈക്വൽ ടു ലാംഡ വെക്ടർ ബി. രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ അതേപോലെ തന്നെ കോപ്ലാനാർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വെക്ടർ കോപ്ലാനാർ വിത്ത് 2 അതർ വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ദാറ്റ് വെക്ടർ പ്ലസ് അതർ കോൺസ്റ്റന്റ് ഇൻറ്റു മറ്റേ വെക്ടർ. നമുക്ക് ആ രീതിയിൽ എഴുതാൻ പറ്റുമല്ലോ? യെസ്, എഴുതാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? സൊല്യൂഷൻ ഞാൻ അപ്പുറത്തോട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം നമുക്കറിയാം വെക്ടർ സി ഈസ് കോപ്ലാനാർ വിത്ത്, അല്ലെ, കോപ്ലാനാർ വിത്ത് വെക്ടർ എ ആൻഡ് വെക്ടർ ബി, അല്ലെ, വെക്ടർ എ ആൻഡ് വെക്ടർ ബി. സോ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? വെക്ടർ സി ഈക്വൽ ടു ലാംഡ വെക്ടർ എ പ്ലസ് മ്യൂ വെക്ടർ ബി എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. റെഡി? ഇനി നമുക്ക് ക്വസ്റ്റിനിൽ അടുത്ത കാര്യം തന്നിട്ടുണ്ട്. എ ഡോട്ട് സിയുടെ വാല്യൂ എത്ര തന്നിട്ടുണ്ട്? എ ഡോട്ട് സി എന്ന് പറഞ്ഞാൽ നമുക്ക് 5 എന്ന് തന്നിട്ടുണ്ട്. റെഡി? സോ ഇതാണല്ലോ ഇപ്പൊ നമ്മുടെ വെക്ടർ സി. ഈ തന്നിരിക്കുന്നത് എ ഡോട്ട് സി എന്ന് പറയുമ്പോൾ എനെ എന്ത് ചെയ്യണം? ഇതുമായിട്ട് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. അതായത് എ വെച്ച് എല്ലായിടത്തും എന്ത് ചെയ്യണം? ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്ന പോലെ നമ്മൾ ചെയ്യണം. സോ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് അതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇംപ്ലൈസ് ഏതാണ്? എ ഇൻറ്റു വെക്ടർ സി, എ ഇൻറ്റു അല്ല, എ ഡോട്ട് സി. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ എ ഡോട്ട് ചെയ്താൽ 2 എ ഡോട്ട് എ വെക്ടർ എ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടും? വെക്ടർ എയുടെ ഹോൾ സ്ക്വയർ ആയിട്ട് നമുക്ക് വരും, അല്ലെ? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഹോൾ സ്ക്വയർ. സോ ലാംഡ ഇൻറ്റു magnitude of vector A whole square plus mu into vector A dot vector B എന്ന് വരും. ക്ലിയർ? സോ ഇതാണ് ഇപ്പൊ നമുക്ക് എത്ര വരുന്നത്? 5 എന്ന് പറഞ്ഞു വരുന്നത്. ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മളിപ്പോ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിനെ എന്ത് ചെയ്തു? എ വെച്ച് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു എല്ലായിടത്തും. ക്ലിയർ? സോ അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വെക്ടർ എയും വെക്ടർ ബിയും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെ? സോ ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ സ്ക്വയർ ആണ്, ഇവിടെ എ ഡോട്ട് ബി ആണ്. അത് രണ്ടും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. സോ ഇവിടെ നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എയുടെ ഹോൾ സ്ക്വയർ. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കും? റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ 4 ആണ്, 3 സ്ക്വയർ 9 ആണ്. സോ നമുക്ക് റൂട്ട് 14 വരും. റൂട്ട് 14 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 14 തന്നെ കിട്ടും. സോ ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാം? 14 ലാംഡ നമുക്ക് എഴുതാം. റെഡി? ഒറ്റയടിക്ക് അങ്ങ് എഴുതി പോവാം കേട്ടോ. പിന്നെ സ്റ്റെപ്പായിട്ടൊന്ന് എഴുതിടാം. ഇനി ഇവിടെ ഒരു എ ഡോട്ട് ബി നമുക്കുണ്ട്, അല്ലെ? സോ എ ഡോട്ട് ബി എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ എത്ര കിട്ടും? 3 വരും, ദെൻ 2 വരും, -3 വരും. ഓക്കെ, സോ നമുക്കിവിടെ 2 mu എന്നേ കിട്ടുള്ളൂ, അല്ലെ? 2 mu എന്നായിരിക്കും കിട്ടുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു? 2 mu കൊടുത്തു. ദിസ് ഈസ് ഈക്വൽ ടു 5. സോ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടി? ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റനിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്. വെക്ടർ സി ഈസ് എന്താണ്?
പെർപെൻഡിക്കുലർ അല്ലെ, വെക്ടർ സി ഈസ് പെർപെൻഡിക്കുലർ ടു വെക്ടർ ബി എന്ന് പറയുന്നുണ്ട്. സോ അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ വെക്ടർ ബി ഡോട്ട് വെക്ടർ സി അതെന്തായിരിക്കും? 0 ആയിരിക്കും. അല്ലെ വെക്ടർ സി ഡോട്ട് വെക്ടർ ബി എന്തായിരിക്കും? അത് 0 ആയിരിക്കും. റെഡി അല്ലേ മക്കളെ? സോ അങ്ങനെയാണെങ്കിൽ വെക്ടർ സി എഗെയിൻ ദാ വെക്ടർ സി നമുക്ക് ഇവിടെയുണ്ട്. സോ നമ്മൾ ബി ഡോട്ട് സി എടുക്കുകയാണ്. സോ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ഇത് വെച്ച് ബി ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കണം. ഓക്കെ, ബി ഇൻറ്റു അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണ് നമ്മൾ. സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ലാംഡ ഇൻറ്റു വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് വരും. അല്ലെ വെക്ടർ ബി ഡോട്ട് വെക്ടർ എ. ഇനി വെക്ടർ ബി എഴുതാൻ ആദ്യം എഴുതിയാലും രണ്ടാമത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് കൊടുത്തു. നെക്സ്റ്റ് മ്യൂ ഇൻറ്റു ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി സ്ക്വയർ വരും. അത് 0 ആണ്. സോ ഇവിടുന്ന് നമുക്ക് ഇതാ മുമ്പ് കിട്ടിയ അതേ ഇക്വേഷൻ തന്നെ കിട്ടും. 2 ആണ് അതിന്റെ വാല്യൂ. ദെൻ ബി സ്ക്വയറിന്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ അല്ലെ, മനസ്സിലാവുന്നുണ്ടോ? വെക്ടർ ബിയുടെ സ്ക്വയർ റെഡി, മാഗ്നിറ്റ്യൂഡ്. അപ്പൊ എത്ര വരും? അത് 11 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് 11 മ്യൂ എന്ന് കിട്ടും. ദിസ് ഈക്വൽ ടു 0. സോ നമുക്കിവിടെ 2 ഇക്വേഷൻസ് കിട്ടിയായിരുന്നു. ഓർമ്മയുണ്ടോ? ഇതാ ഒന്ന് ഈ ഇക്വേഷന്, രണ്ട് ഈ ഇക്വേഷന്. രണ്ട് ഇക്വേഷനുണ്ട്, 2 അൺനോണും ഉണ്ട്. നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാംഡയ്ക്കും മ്യൂവിനും വാല്യൂ കിട്ടും. നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ലാംഡ നമുക്ക് 11/30 എന്നും കിട്ടും. അതുപോലെ മ്യൂ എന്ന് പറയുന്നത് നമുക്ക് -1/15 എന്നും കിട്ടും. റെഡിയാണോ മക്കളെ? ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ കിട്ടി. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിയും സി വെക്ടർ എഴുതാമല്ലോ. സി വെക്ടർ എഴുതാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ലാംഡയുടെ വാല്യൂ അറിയാം, വെക്ടർ എ അറിയാം, മ്യൂവിന്റെ വാല്യൂ അറിയാം, വെക്ടർ ബി യു അറിയാം. റെഡി അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ സി വെക്ടർ നമുക്ക് എഴുതാം. സോ ലാംഡ 11/30 വെക്ടർ എ മൈനസ് പ്ലസ് ആയിരുന്നു. സോ ഈ -1/15 ആയതുകൊണ്ട് അത് വന്നു. ദെൻ വെക്ടർ ബി. റെഡിയാണോ മക്കളെ? സോ നമുക്ക് ഇവിടെ ഒരു 1/30 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാവേ. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ 11 വെക്ടർ എ വരും. ദെൻ ഇവിടെ 2 വെക്ടർ ബി വരും. റെഡി? സോ ഇനി നമുക്ക് വാല്യൂസ് അറിയാം. 1/30 11 ഇൻറ്റു വെക്ടർ എയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. വെക്ടർ എ എന്താണ്? വെക്ടർ എ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റിനകത്തുണ്ട് ഇതാണ്. സോ ഞാൻ ആ വെക്ടേഴ്സ് IJK ഒന്നും എഴുതുന്നില്ല, ജസ്റ്റ് ആ കമ്പോണന്റ് മാത്രം എഴുതുക കേട്ടോ. നമ്മൾ കാൽക്കുലേഷൻ ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. സോ 1/30 ദെൻ 11 ഇൻറ്റു വെക്ടർ എയുടെ കമ്പോണന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 11 22 33 എന്ന് വരും കേട്ടോ ആ കമ്പോണന്റ്. -2 ഇൻറ്റു വെക്ടർ ബിയുടെ കമ്പോണന്റ് ചെയ്ത് 6 2 -2 കിട്ടും. സോ അത് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/30 5 20 35 എന്ന് കിട്ടും. സോ നമുക്ക് വേണ്ട എന്താണ്? ഇതിപ്പോ വെക്ടർ സി കിട്ടിയിരിക്കുന്നത്. നമുക്ക് എന്താ വേണ്ടത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ സി ആണ് വേണ്ടത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ സി എന്ന് പറയുമ്പോൾ എന്ത് കിട്ടിയാൽ മതി? അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ സി എടുക്കുമ്പോൾ 1/30 കോൺസ്റ്റന്റ് ആണ്. ദെൻ ഇവിടെ നമുക്ക് i പ്ലസ് ജെ പ്ലസ് കെ ഉണ്ട് കേട്ടോ. സോ അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 5 square 25, then 400, then 1225 കിട്ടും. 35 സ്ക്വയർ നമുക്ക് അത് എടുത്തു കഴിഞ്ഞാൽ 1/30 റൂട്ട് ഓഫ് 1650 എന്ന് വരും. റെഡി അല്ലേ? സോ അപ്പൊ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് കളഞ്ഞ് റൂട്ട് 66/3 നമുക്ക് എഴുതാം. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ 66/36 എന്ന് എഴുതാം അല്ലേ? സോ അങ്ങനെയാണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് ഓഫ് 11/6 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. റെഡി അല്ലേ? സോ റൂട്ട് 11/6 ആണ് നമ്മളുടെ ആൻസർ വരുന്നത്. സോ ഇത് കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. റെഡി ആണല്ലോ? സോ വളരെ എളുപ്പത്തിലുള്ള ചോദ്യമാണ്, പക്ഷേ കോൺസെപ്റ്റ് നല്ലപോലെ മനസ്സിലാക്കി വെക്കണം. സോ റൂട്ട് 11/6 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ.